ഇല്ല ശരിയല്ലേ ബാ അമ്മ നോക്കട്ടെ ഇറങ്ങുന്നത് നോക്കട്ടെ ചുറ്റിക്ക് അങ്ങനെ അമ്മ നോക്കട്ടെ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എണീച്ച് വരുമ്പോഴേക്കും ഇതാ അന്നൂസ് ഇവിടെ റെഡിയായി എത്തിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ഞാൻ നേരെ നമ്മുടെ കിച്ചണിലേക്ക് പോയി നോക്കി. നല്ല നമ്മുടെ അയലക്കുട്ടന്മാരൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ നിന്ന് വെറുതെ പുറത്തേക്കൊക്കെ പോയി അമ്മയുടെ പൂന്തോട്ടമൊക്കെ ഒന്ന് നോക്കിയിരുന്നു. നല്ല എന്താ പറയുക, നല്ല സൺലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു സൺ കിസ്ഡ് മോഡൊക്കെ ആക്കാമെന്ന് വെച്ച് കുറച്ച് സമയം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നേരെ ഇതാ പിന്നെയും അടുക്കളയിലേക്ക് പോയപ്പോൾ അമ്മ തകൃതിയായിട്ട് മീൻകറി വെക്കുന്നതിൻ്റെ തിരക്കില്ല. വേറെ ഒന്നുമല്ല, ചുട്ട് മീൻകറി ഉണ്ടെങ്കിൽ പുട്ട് പെട്ടെന്ന് കഴിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടായതുകൊണ്ട് തന്നെ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പെട്ടെന്ന് തന്നെ മീൻകറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ പിന്നെ നേരെ പോയിട്ട് നമ്മുടെ ചായയുടെ പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ കട്ടൻ ചായയാണ്. അമ്മ രാവിലെ എണീച്ചാൽ ഒരു വെറും ചായ കുടിക്കുന്ന ഒരു പതിവുണ്ട് അമ്മക്ക്. അപ്പോൾ അമ്മ ആ ചായയുടെ പരിപാടി കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഞാൻ കട്ടൻ ചായ വെക്കുമ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്നിച്ച് ചായ കുടിക്കും. അതാണ് മെയിൻലി ഉള്ള നമ്മുടെ ഡെയിലി ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആസ് യൂഷ്വൽ വിത്തൗട്ട് ഷുഗറാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ചധികം മധുരയിട്ട ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫുള്ളി ഷുഗർ കട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫുള്ളി അങ്ങോട്ട് ഒരു ദിവസം നടക്കാറില്ല. എന്തെങ്കിലും വേറെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട് സംഭവം. പിന്നെ പിള്ളേരെന്താ ചെയ്യുന്നത് പോയി നോക്കട്ടെ. ചായ കുടിച്ചേ നിങ്ങൾ എന്നാ കടി? അങ്ങനെ ഇതാ നല്ല അടിപൊളി അമ്മയുടെ തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൽ ഫിഷ് ഇട്ടില്ല, അതുകൊണ്ട് മീൻകറി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല. നേരെ പോയിട്ട് പുട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ടും കട്ടൻ ചായയും പിന്നെ പഴമാണ് നമുക്ക് കൂട്ടാനുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കറിയൊക്കെ പറിച്ച് സെറ്റായിട്ടുണ്ട്. അമ്മ അതിലേക്ക് മീനിട്ട് ഇനി ഒന്ന് ജസ്റ്റ് തിളച്ച് അതിലൊന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്യും നമ്മൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറയുന്ന സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയിട്ട് ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കിന്ന് കുറച്ചധികം ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കട്ടിങ്ങും പരിപാടിയൊക്കെ തീർത്ത് കൊടുത്താൽ പിന്നെ അമ്മ ഉണ്ടായിക്കോളും. അല്ലെങ്കിലും അമ്മ ഉണ്ടാക്കും, എന്നാലും സ്റ്റിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ല പോയതാ. ആ മേലെ പോയി കുട്ടനുണ്ട് സാധനമുണ്ട്. അങ്ങനെ നമ്മൾ കുക്കിങ്ങെല്ലാം ഏകദേശം ഒരു വഴിയിലായി. അപ്പോൾ ഇത് ഇന്നലെ അച്ഛൻ നമ്മുടെ വടകര കാർണിവലിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ബോക്സ്, നമ്മളിങ്ങനെ സ്റ്റോറേജ് ബോക്സിൽ. പക്ഷെ നമ്മൾ ഫോൺ വിളിച്ച് കാണിച്ച സമയത്ത് നമ്മൾ കുറച്ചും കൂടെ വലുതാന്ന് വെച്ചിട്ടാണ് നോക്കിയാൽ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് സാധനം വന്നപ്പോൾ ഭയങ്കര ചെറുതായിപ്പോയി. അത്യാവശ്യം റേറ്റും ഉണ്ട്. ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര ചെറിയ സാധനമായിപ്പോയി. ഇതിനേക്കാളും നല്ല അടിപൊളി സംഭവം നമുക്ക് ഓൺലൈനിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിക്കറിയില്ല. അപ്പം ഞാനിതൊക്കെ ഒന്ന് തുടച്ച് അതിനകത്ത് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു. ഇങ്ങനത്തെ കുറച്ചും കൂടെ വലുതാണെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടേക്കാൻ നല്ലതായിരിക്കും. പക്ഷേ ഇനിയിപ്പം വലുത് കിട്ടുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓൺലൈനിലൊക്കെ തപ്പിയാൽ കിട്ടും. ബട്ട് എന്നാലും ഇത് വന്നപ്പോൾ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി ഞാനും അമ്മയും. നമ്മളിതിനേക്കാളും കുറച്ച് വലുത് പ്രതീക്ഷിച്ചു. ഉള്ളിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഉള്ളി, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാൻ കുറച്ച് വലുത് ഭയങ്കര നല്ലതായിരിക്കും.
അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നല്ല പൊടി ഉണ്ടായിരുന്നു, കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളൊന്ന് സൈഡാക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ ബാക്കി ലാസ്റ്റിലുള്ള ട്രെയിൽ അമ്മ ഫ്രിഡ്ജിൽ വെക്കാത്ത ബാക്കിയില്ല കുറച്ച് മുട്ടയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സാധനങ്ങൾ വെച്ച് നമ്മൾ സെറ്റാക്കി ഇതൊരു സൈഡിലേക്ക് വെച്ചു. നമ്മുടെ പഴയ ടാപ്പ് റെക്കോർഡർ ഉണ്ടോ, പഴയെന്ന് വെച്ചാൽ കുറേ കൊല്ലം മുന്നേ ഉള്ളതെന്ന് അച്ഛൻ പറയും. ഇത് ഞാൻ വന്നപ്പോൾ തന്നെയുള്ള സമയത്തല്ല അത് പാടുമായിരുന്നു. ഇപ്പം അതിനെന്തോ കംപ്ലൈൻ്റൊക്കെ പറ്റി പാടുന്നില്ല. ബട്ട് എന്നാലും അച്ഛനൊരു ഓർമ്മക്ക് അത് അങ്ങനെ ആടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി ഏകദേശം ഒരുങ്ങിയ ശേഷം ഞാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കൂടെ കഴുകി വെച്ച് പിന്നെ നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറേ തിരക്കായിപ്പോയി ഫുള്ള്. അങ്ങനെ നമ്മൾ കിച്ചണിലെ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനിയിപ്പം കുറച്ച് നല്ല പണിയുണ്ട്, എനിക്ക് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. ഞാനിത് അമ്മേൻ്റെ അടുത്ത് നിന്ന് സാരിയൊക്കെ അടിച്ചു മാറ്റി പോവുകയാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. കാരണം കുറച്ച് ലേറ്റ് ആയാലും മേലെ പോയിട്ട് ഷൂട്ട് ചെയ്യൽ കുറച്ച് ടാസ്ക് ആയിരിക്കും, നല്ല ചൂടുണ്ടാവും. എന്നാലും ഞാൻ പോയിട്ട് ഷൂട്ടൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതുതായിട്ട് ന്യൂലി ലോഞ്ച്ഡ് ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഐറ്റംസാണ്, ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് വേണം എനിക്ക് വീഡിയോസ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ യൂട്യൂബ് ചാനലിലും ഞാൻ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്നൊന്ന് നോട്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ട് കാണാം. അങ്ങനെ ഇതെൻ്റെ ഷൂട്ട് പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെല്ലാം നോർമൽ പാക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഒരു ദിവസം 2-3 പ്രൊഡക്റ്റിൻ്റെതാണ് എടുക്കാറുള്ളത്. പിന്നെ നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് ബാക്കി എടുക്കും, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതെല്ലാം നമുക്ക് പുതുതായിട്ട് വന്ന നല്ല അടിപൊളി ചോക്കേഴ്സാണ്. ഞാൻ എൻ്റെ പേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നുകിൽ ഞാൻ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഏകദേശം ഷൂട്ടും പരിപാടിയും കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് എനിക്ക് കുറേ വാഷ് ചെയ്യാനിടാനുണ്ട്. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ഇനി അടുത്തത്. അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പാക്കിങ്ങും അൺപാക്കിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം എടുത്ത് വെച്ച് ഇനി ഏകദേശം ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഷുട്ടു ഇന്ന് കുറച്ചധികം ക്രാങ്കി ആയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അവളെ കുറച്ച് ഇടക്കിടക്ക് സമാധാനിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ കൊടുങ്ങല്ലൂർ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്ന്, അപ്പോൾ അതിൻ്റെ കുറച്ച് വാഷിങ്ങും പരിപാടിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ ചെയ്യേണ്ടിയായിരുന്നു. ഇന്നലെ പിന്നെ നമ്മൾ എന്തൊക്കെയോ വീട് വൃത്തിയാക്കുന്ന തിരക്കിലായിപ്പോയി. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ ഇവിടെ പൈപ്പ് ലൈന് കീറുന്നതുകൊണ്ട് നമ്മൾ അകത്തെല്ലാം മൊത്തം പൊടിയടിച്ച് നാശക്കൊലത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീനിങ് ആയിരുന്നു ഇന്നത്തെ പരിപാടി. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ നമ്മളെ വാഷിങ്ങും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോയി വന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിയും. അതിന് ഞാൻ വാഷിങ്ങിലിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ താഴെ പോയിട്ട് ഷുട്ടൂനെ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ നേരം കളിച്ചു. ഇപ്പോൾ എല്ലാവരും കൂടെ TV കാണലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം ഫുഡ് കഴിക്കണം, കുളിക്കണം, അവളെ പിടിച്ചെടുത്തി ഉറക്കണം, കുളിപ്പിക്കണം, അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെ താഴെ വന്ന് ഷുട്ടൂന് ഫുഡ് കൊടുത്ത് ഞാനും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആക്ച്വലി കുളിക്കുന്നതൊന്നും ഞാൻ പിന്നെ എടുത്തില്ല. അപ്പം ഈവനിങ് ആയപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും അച്ചാച്ചനും അമ്മമ്മയും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു നമ്മളില്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിന് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് അമ്മമ്മയുണ്ട്. ഷുട്ടു എന്തൊക്കെയോ കഥ പറയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും എവിടെ നിന്ന് ഇങ്ങനെ ഇന്നലെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റ് അത്ര തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് പിന്നെ നമ്മളെ എന്താ പറയുക വെളുക്കത്തിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സെല്ലാം ഏസിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്.
മൈൻഡ് ചെയ്യേണ്ട ഗൈസ്. ഷുട്ടിന് ഭയങ്കര അലമ്പാണ്, ഫോണിന് വേണ്ടിയിട്ടുള്ള കരച്ചല. അപ്പോൾ നല്ല ഡ്രസ്സെല്ലാം ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഏച്ചിൻ്റെ അടുക്കുന്ന്. അപ്പോൾ എൻ്റെ നല്ല ഡ്രസ്സെല്ലാം മാടേണ്ടി നിന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഞാൻ നല്ല ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് അതെല്ലാം അടുക്കി പെറുക്കി വെക്കാനുള്ള വലിയ ടാസ്ക് ഉണ്ട്. വാർഡ്രോബൊന്നും ശരിയായിട്ടൊന്നുമല്ല വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ് ഇപ്പോൾ ഉള്ള ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ച് സെറ്റാക്കാം. കമാൻ. ഷുട്ടു ഹാളിന്ന് അവളുടെ കാർ ഓടിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് പോകുന്നത്. കാരണം മേലെ ആയതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിൻ്റെ അങ്ങോട്ടേക്ക് അവൾ കൺട്രോൾ ഇല്ലാണ്ട് പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. അവൾ എടുക്കുന്നതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ അൽമാരീൻ്റെ തട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് പൊളിയുന്നതായ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം മാറ്റി വെക്കണം. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടു. ആക്ച്വലി പറയുകയാണെങ്കിൽ അവസാനമായപ്പോൾ ഇത് മൊത്തം ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ടീഷർട്ടും ഷർട്ട്സൊക്കെ ഞാൻ ഇങ്ങനെ പൊതുവേ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ആ റെഡ് കളറിൽ തൂങ്ങി കിടക്കുന്നതാണ് എൻ്റെ കല്യാണ സാരി. ഞാൻ അന്നത്തെ ഒറ്റ ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വേർപ്പൊക്കെ തട്ടിയിട്ട് എൻ്റെ ബ്ലൗസ് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേറെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കണം, എന്നാലും മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതെൻ്റെ ഷർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആ സൈഡ് മൊത്തം കുട്ടപ്പന് കൊടുക്കണം, മൊത്തമായിട്ട് ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും അങ്ങനെ എൻ്റെ എന്താ പറയുക, കുറച്ച് നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ തൂക്കിയിടുക ചെയ്യാറുള്ളത്, മടക്കി ചുളുക്കി അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇത് കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരുവിധമൊക്കെ എങ്ങനെയൊക്കെയോ ഞാനൊന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഭയങ്കര പണിയായിരുന്നു. അവസാനമായപ്പോൾ എനിക്ക് നല്ല നടുവേദന എടുക്കാൻ തുടങ്ങി. ഈ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും, അധികമായി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ നടുവിന് നല്ല വിധത്തിൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ നല്ല നടുവേദന ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും തുടങ്ങിയ സ്ഥിതിക്ക് പിന്നെ ഇതൊന്നും മാറ്റാണ്ട് എന്തായാലും മൊത്തം ഞാൻ ബെഡിലാണ് വാരി വലിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റാണ്ട് ഇനിയിപ്പോൾ എന്തായാലും വേറെ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം സംഭവങ്ങളൊക്കെ സോർട്ട് ചെയ്ത് ഞാൻ ഒരു വിധത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സൽവാറും നമ്മുടെ കുർത്ത സെറ്റൊക്കെ മേലെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതങ്ങനെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. വല്ലപ്പോഴും അമ്പലത്തിലോ അല്ലെങ്കിൽ കല്യാണത്തിന് എന്തെങ്കിലും പോകാനൊക്കെ മാത്രം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ താഴെ കുറച്ച് പാൻസൊക്കെ വെച്ചു, ടീഷർട്ട് വെച്ചു. അതാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അതുകൊണ്ട് അത് കുറച്ച് കൈ എത്തുന്ന ദൂരത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതൊക്കെ എൻ്റെ ഡ്രസ്സസ്സാണ്. ഡ്രസ്സും അതുപോലെ ഞാൻ അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം, അതും
കുറച്ച് താഴെയായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ മാത്രമേ നമുക്ക് കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെയും ഉണ്ട് ഷുട്ടൂൻ്റെ ഉണ്ട്. അപ്പോൾ ഷുട്ടൂൻ്റെ കുറച്ചും കൂടി നല്ലതൊക്കെ മാറ്റി മാറ്റി വെക്കണം. അങ്ങനെ ഓരോരോ പണി ഓരോന്നായിട്ട് ഞാൻ എടുത്തു വെച്ചു. അവസാനം എല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായി കണ്ടപ്പം സന്തോഷമായി. പിന്നെ ഞാൻ വേണ്ടാത്ത മീൻസ് നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഷുട്ടിൻ്റെ കുറച്ച് ചെറുതായ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പെട്ടിയിൽ തന്നെ വെച്ച് പൂട്ടി. അതുപോലെ എൻ്റെതും ഞാൻ ഇനി ഇടാത്ത ഡ്രസ്സുള്ളത് ഒരു 2 അങ്ങനെ ഉണ്ടായിരുന്നു. അതും ഞാനെടുത്ത് പെട്ടിയിൽ തന്നെ വെച്ചു. വെറുതെ പുറത്തിറക്കി സ്ഥലം കളയണ്ടല്ലോ, അങ്ങനെ അത് ഞാൻ അവിടെ തന്നെ വെച്ചു. അങ്ങനെ ഇതാ ഞാൻ ഏകദേശം എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. താഴോട്ടെല്ലാം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചു. ഈ സൈഡ് ഞാൻ അധികം എടുത്തിട്ടില്ല, ഇത് കുട്ടപ്പന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം റെഡിയായി. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞ് നേരെ താഴെ പോയി. ഞാൻ ഇന്ന് ഡിന്നറിന് ഷുട്ടൂന് പാസ്ത ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായി ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തു. അവൾക്ക് പാസ്തയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിതാ നല്ല അടിപൊളി ഗോതമ്പ് പുട്ടും ഫിഷ് കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അതായിരുന്നു ഇന്നത്തെ ഡിന്നർ. വിത്ത് നമ്മുടെ വെട്ടം സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഇന്ന് വെട്ടം ഉണ്ടായിരുന്നു പടം. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴേക്ക് ഇത് അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഷുട്ടൂന് കയറണം ഓട്ടോയിൽ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴേക്കും ഇതാ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങി. ബിഗ് ബോസ് ഇനിയിപ്പോൾ 3 ദിവസം കൂടിയേ ഉള്ളൂ. ഇത് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കണ്ട് എൻഗേജ് ആയിട്ട് ഇരിക്കുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാനും അമ്മയും ഇപ്പോൾ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ നേരെ മേലേക്ക് പോയി ഒന്ന് ഫ്രഷപ്പായി നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ നോർമൽ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കടന്നു. ബോർഡോ പ്രേതോ അങ്ങനെ ഇത് നമ്മൾ മേലെ വന്നിട്ട് കളിക്കുമ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ആളിന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എന്താണെന്നറിയില്ല, അവൾ ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും ഞാനും പെട്ടെന്ന് കിടക്കാൻ പോകണം. എനിക്ക് എഡിറ്റ് ചെയ്യാനെല്ലാം ഉണ്ട്, പക്ഷെ നല്ല ഉറക്കമെല്ലാം വരുന്നുണ്ട്. എന്തായാലും നാളെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നത്തെ നമ്മളൊരു ദിവസം എന്ന് പറയുക ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.